ഇത് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് ഉള്ള യാത്രയിലാണ്. ഗുരുവായൂരേക്ക് എത്താറായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലേക്കും പോയി. അതിനുശേഷം ഞങ്ങൾ നേരിട്ട് ഗുരുവായൂർക്കാണ് പോകുന്നത്. ഇപ്പോൾ ഗുരുവായൂർ റൂം എടുത്തു. അവിടെയുള്ള ഹാളാണിത്. ഹാളിൽ നടന്നൊന്ന് ഫോട്ടോ എടുക്കാൻ പിന്നെ ഇനി ഇത് അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ്. അമ്പലത്തിലേക്ക് നല്ല തിരക്കാണ്. വൈശാഖ മാസം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഉള്ളിൽ കയറി തൊഴാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഉള്ളിൽ കയറി തൊഴണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ ആരെങ്കിലും പരിചയമുള്ളവർ വേണം, അതല്ലെങ്കിൽ പാസ് എടുക്കണം. 3000 രൂപ കൊടുത്താൽ പാസ് കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഞങ്ങൾക്ക് ദേവസ്വത്തിലൂടെ പരിചയമുള്ള ആളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടായില്ല തൊഴാനൊന്നും. പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി. വൈകുന്നേരം തൊഴുതു, പിന്നത്തെ ദിവസം രാവിലെ തൊഴുതു, നിർമ്മാല്യം തൊഴുതു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആലുവയ്ക്ക് തിരിച്ചു വന്നത്. 106 കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായത്. അതായത് 19-ാം തീയതി, മെയ് 19-ാം തീയതി 2024 മെയ് 19-ാം തീയതി. ഇത് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പടം, ഇഷ്ടം പോലെ പപ്പടം, പല സൈസിലുള്ള പപ്പടം, കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. ഇത് അമ്പലത്തിലെ പുറത്തേക്കുള്ള സ്ഥലത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് കുടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഇത് എൻ്റെ അനിയത്തിയാണ്, സിസ്റ്ററാണ്.